ഹലോ, ഇന്ന് നീതി ആയോഗിനെ പറ്റി നമുക്ക് പഠിക്കാം. ഒന്നാമതായിട്ട് നീതി ആയോഗിൻ്റെ പൂർണ്ണരൂപം എന്താണ്? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ എന്നതാണ് നീതി ആയോഗിൻ്റെ പൂർണ്ണരൂപം. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. ഇനി എന്നാണ് നീതി ആയോഗ് നിലവിൽ വന്നത്? 2015 ജനുവരി 1 നീതി ആയോഗ് നിലവിൽ വന്നത്. ആസൂത്രണ കമ്മീഷന് പകരമായിട്ടാണ് നീതി ആയോഗ് നിലവിൽ വന്നത്. ഇതിൻ്റെ പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ച, സാമൂഹ്യക്ഷേമം, അടിസ്ഥാന സൗകര്യ വികസനം എന്നിവ മെച്ചപ്പെടുത്തുക എന്നതാണ് നീതി ആയോഗിൻ്റെ പ്രധാന ലക്ഷ്യം. ഏതൊക്കെയാണ്? സാമ്പത്തിക വളർച്ച, സാമൂഹ്യക്ഷേമം, അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം. ഇനി നീതി ആയോഗിൻ്റെ ഘടന പരിശോധിക്കാം. ഒന്നാമതായിട്ട് ഇതിലൊരു അധ്യക്ഷനുണ്ട്. അധ്യക്ഷൻ എന്ന് പറയുന്നത് പ്രധാനമന്ത്രി ആയിരിക്കും. പിന്നെ എല്ലാ മുഖ്യമന്ത്രിമാരും കേന്ദ്ര പ്രദേശങ്ങളിലെ ലഫ്റ്റനൻറ്റ് ഗവർണർമാരും ഇതിൻ്റെ അംഗങ്ങളാണ്. പിന്നെ വരുന്ന അംഗമാണ് പ്രധാനമന്ത്രി നിശ്ചയിക്കുന്ന ഒരു ഉപാധ്യക്ഷനും നീതി ആയോഗിൽ ഉണ്ടായിരിക്കും. പിന്നെ 2 പാർട്ട് ടൈം അംഗങ്ങളും 4 അനൗദ്യോഗിക അംഗങ്ങളും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറും ഇതിന് ഉണ്ട്. പിന്നെ പ്രധാനമന്ത്രി നിയോഗിക്കുന്ന 4 കേന്ദ്രമന്ത്രിമാർ അനൗദ്യോഗിക അംഗങ്ങളായിട്ട് നീതി ആയോഗിൽ ഉണ്ടായിരിക്കും. പ്രധാനമന്ത്രി ഇതിലംഗമാണ്. എല്ലാ മുഖ്യമന്ത്രിമാരും, ലഫ്റ്റനൻറ്റ് ഗവർണർമാരും, പ്രധാനമന്ത്രി നിശ്ചയിക്കുന്ന ഉപാധ്യക്ഷൻ, 2 പാർട്ട് ടൈം അംഗങ്ങളും 4 അനൗദ്യോഗിക അംഗങ്ങളും, പ്രധാനമന്ത്രി നിയോഗിക്കുന്ന 4 കേന്ദ്രമന്ത്രിമാരും ഇതിൽ അംഗങ്ങളാണെന്ന് പ്രത്യേകം ഓർമ്മിക്കാം. ഇനി നീതി ആയോഗിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് ഇന്ത്യയുടെ വികസന മുൻഗണനകൾക്കും പദ്ധതികൾക്കും കാഴ്ചപ്പാട് സൃഷ്ടിക്കുക. നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ച എന്തിലാണ് ഫോക്കസ് ചെയ്യേണ്ടതെന്നും അതിനുള്ള പദ്ധതികൾ തയ്യാറാക്കുക എന്നത് ഒന്നാമത്തെ ലക്ഷ്യമാണ്. രണ്ടാമതായിട്ട് വരുന്ന സുസ്ഥിര വികസനവും സമഗ്രമായ വളർച്ചയും പ്രോത്സാഹിപ്പിക്കുക. മൂന്നാമതായിട്ട് നവീകരണം, സംരംഭകത്വം, തൊഴിലവസരങ്ങൾ എന്നിവയുടെ സാമ്പത്തിക വളർച്ച പ്രോത്സാഹിപ്പിക്കുക. അടുത്തത് ആഗോള വൈവിധ്യങ്ങളും വിഭവങ്ങളും പ്രയോജനപ്പെടുത്തുന്നതിന് അന്താരാഷ്ട്ര സംഘടനകളുമായും രാജ്യങ്ങളുമായും സഹകരിക്കുക. പിന്നെ വരുന്നത് തന്ത്രപരമായ ദീർഘകാലവുമായ നയങ്ങളും പരിപാടികളും വികസിപ്പിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുക. ഒന്നാമതായിട്ട് സാമ്പത്തിക വളർച്ചയ്ക്കുള്ള കാര്യങ്ങൾ ചെയ്യുക. രണ്ടാമത് സുസ്ഥിര വികസനം പ്രോത്സാഹിപ്പിക്കുക. പിന്നെ നവീകരണം, സംരംഭകത്വം, പിന്നെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക. പിന്നെ ആഗോള വൈവിധ്യങ്ങളും മറ്റ് രാജ്യങ്ങളുമായിട്ടുള്ള സഹകരണം വർദ്ധിപ്പിക്കുക. പിന്നെ വരുന്നത് തന്ത്രപരമായ ദീർഘകാലവുമായ നയങ്ങളും പരിപാടികളും വികസിപ്പിക്കുക എന്നതും ഇതിൻ്റെ പ്രധാന ലക്ഷ്യമാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.